വെള്ളച്ചാട്ടത്തിന്റെ പേര് പറഞ്ഞേ. ഉരക്കുഴി വെള്ളച്ചാട്ടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് വീണ് ഉരഞ്ഞുരഞ്ഞുരഞ്ഞുണ്ടായ കുഴി, അതാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. ഓക്കെ, ഉരഞ്ഞുരഞ്ഞുണ്ടായ കുഴി. പാറയിൽ കുഴികൾ കണ്ടോ, വെള്ളച്ചാട്ടിയിലെ കുഴികൾ കണ്ടോ? ഇത് 600 അടി താഴ്ചയിലേക്ക് വെള്ളം വീഴുന്നു. സമുദ്ര നിരപ്പിൽ നിന്ന് നമ്മൾ 2500 ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ വെള്ളം ഇവിടെ വീണ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുറേ ദൂരം പോകുന്നത് പാറൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വേനൽക്കാലത്തോ മഴക്കാലത്തോ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി ഇവിടുന്ന് പോയാൽ ആൾ പോയി കൂടെയുള്ളവർ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൂടാ. കർമ്മങ്ങളൊക്കെ വീട്ടിൽ പാറേൻ്റെ അടിയിൽ കൂടെ പോകുന്നതുകൊണ്ട് ബോഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലേക്ക് തെരച്ചില്ലാത്ത സ്ഥലം. ഓക്കെ, ആരെയും ഞങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെ അപകടങ്ങളൊന്നും ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ രാവിലെ 9 തൊട്ട് 5 മണി വരെ പറഞ്ഞു കൊടുക്കാനും നിയന്ത്രിക്കാൻ ആളാണ്. അതുകൊണ്ട് ഇതുവരെയായിട്ട് ആരെയും ഞങ്ങൾ വിട്ടിട്ടില്ല. ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്ത് സഖാവ് രാജൻ കൊലക്കേസ് കിട്ടുന്നുണ്ടോ? ഉരുട്ടിക്കൊല കക്കയം ക്യാമ്പിൽ വെച്ച് ഉരുട്ടി കൊന്നിട്ട് ബോഡി നിങ്ങൾ നിൽക്കുന്ന പാറയിലിട്ട് കത്തിച്ചിട്ട് താഴ്ത്തിട്ടെന്നാണ് പറയപ്പെടുന്നത്. എവിടെ ഇട്ട് കത്തിച്ച്? നിങ്ങൾ നിൽക്കുന്ന പാറയിൽ ഇവിടെ ഇട്ട് കത്തിച്ചിട്ട് താഴ്ത്തിട്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, 2015 പ്രളയം വന്നപ്പോൾ ഇതാണ് തൂക്കുപാലം. ഈ തൂക്കുപാലം ഇതിൻ്റെ മുകളിൽ കൂടിയായിരുന്നു വെള്ളം, പാലം മൂടി വെള്ളമായിരുന്നു. അങ്ങനെ പോയതാണ് ഈ തൂക്കുപാലം 2018. നമ്മൾ വരുമ്പോൾ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടല്ലേ, ആ വെള്ളം എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാവോ? വയനാട്ടിലെ ബാണാസുര ഡാം പോയിട്ടുണ്ടോ? അവിടെ നിന്ന് തുറങ്കം വഴി വെള്ളം വിട്ടു. ഇവിടുന്ന് 2 പൈപ്പ് ലൈൻ വഴി കക്കയം പോർട്ട് ഹൗസിലേക്ക് ചെല്ലുന്നു. നമ്മൾ വരും മലയിൽ കൂടി ഒരു പൈപ്പ് നേരിൽ കണ്ടായിരുന്നു. അവിടെ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് വെള്ളം പോകുന്നത് പെരുവണ്ണാമൊഴി ഡാമിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മഴക്കാലത്ത് കറണ്ട് എടുക്കാൻ എടുക്കുന്ന വെള്ളം, വേനൽക്കാലത്ത് കൃഷിക്ക് ആവശ്യത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നു. അല്ലാതെ ഫുൾ ടൈം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കുടിവെള്ളത്തിനായിട്ട് പോകും കോഴിക്കോടേക്ക്. ഇത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. ഇവിടെ ആന, കാട്ടുപോത്ത്, പുലി, കടുവ എല്ലാ മൃഗങ്ങളുണ്ട്. ഇല്ല, ഭാഗ്യം മണ്ണിലേ എല്ലാം തന്നെ. അതുകൊണ്ട് 5 മണി വരെ ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളെന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഓർക്കുക, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കാണുക, സാഹസികത ഒഴിവാക്കുക. ഓക്കെ.